KSRTCക്ക് 10 റാപ്പിഡ് റിപ്പയർ മിനി വാനുകൾ സജ്ജം. ഇന്നലെ കൊട്ടാരക്കര KSRTC ഡിപ്പോയിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനമാണ് കൊട്ടാരക്കരയിൽ നടത്തിയത്. KSRTC ബസ്സുകളുടെ ബ്രേക്ക് ഡൌൺ പരിഹരിക്കുന്നതിനാണ് മുഖ്യമായും റാപ്പിഡ് റിപ്പയർ ടീം പ്രവർത്തിക്കുക. സർവീസിനിടയിൽ ബസ്സുകൾ പലപ്പോഴും തകരാറിലാകാറുണ്ട്. ഡിപ്പോകളിൽ അറിയിക്കുകയും വലിയ വർക്ക്ഷോപ്പ് വാഹനമെത്തി തകരാർ പരിഹരിക്കുന്ന രീതിയായിരുന്നു നിലവിലുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ ഇതിന്റെ സേവനം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകാറുമുണ്ട്. പരിഹാരം എന്ന നിലയിലാണ് റാപ്പിഡ് റിപ്പയർ ടീമിന്റെ പുതിയ വാഹനങ്ങൾ. 4 വീലുകളുള്ളവ അലൂമിനിയം കവേർഡ് ബോഡിയാൽ നിർമ്മിതമായതാണ് മിനി വാനുകൾ. ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളും ടയറുകളും മറ്റ് സ്പെയർ പാർട്സുകളും ഉണ്ടാകും. 24 മണിക്കൂറും സേവനം ലഭ്യമാകും വിധത്തിലാണ് ടീമുകളെ സജ്ജമാക്കിയിട്ടുള്ളത്. വാഹനങ്ങൾ തകരാറിലായാൽ അധിക സമയം നഷ്ടപ്പെടുത്താതെ റാപ്പിഡ് റിപ്പയർ ടീം എത്തും. അവർക്ക് ആവശ്യമായ വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുകയാണ് KB ഗണേഷ് കുമാർ മന്ത്രി. KSRTC ബസ്സുകൾ ബ്രേക്ക് ഡൌൺ ആയാൽ നിലവിൽ ഡിപ്പോകളിൽ അറിയിച്ച് ഗാരേജിൽ നിന്നും വലിയ വാഹനമെത്തി തകരാർ പരിഹരിക്കുന്നതാണ് നിലവിലെ രീതി. യാത്രക്കാർ പെരുവഴിയിലുമാകും. റാപ്പിഡ് മിനി വാനുകൾ സജ്ജമായതോടെ ഇനി റിപ്പയർ ടീം പാഞ്ഞെത്തും. യാത്രക്കാരുടെ ബുദ്ധിമുട്ടും പരിഹരിക്കപ്പെടും. KN ബാലഗോപാൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. അതേസമയം KSRTCയിലെ സ്ഥിരം ജീവനക്കാർക്ക് ഗുണം കിട്ടുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ച മന്ത്രി KB ഗണേഷ് കുമാർ KSRTCയും SBIയും ചേർന്നുള്ള പുതിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിച്ചത്. അപകടത്തിൽ KSRTCയുടെ സ്ഥിരം ജീവനക്കാരിൽ ആരെങ്കിലും മരിച്ചാൽ 1 കോടി രൂപ കുടുംബത്തിന് ലഭിക്കും. ജീവനക്കാർക്ക് അപകടത്തിൽ ഗുരുതരമായ വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ 80 ലക്ഷം രൂപയും ലഭിക്കും എന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ വിഹിതം KSRTCയാണ് മുടക്കുന്നത്. ജീവനക്കാർ ഇതിലേക്ക് വിഹിതം നൽകേണ്ടതില്ല എന്നും മന്ത്രി പ്രഖ്യാപിച്ചു. 25,095 ജീവനക്കാർക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളത്തിനായി 100 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് വൻ ബാധ്യത എന്ന ആന്റണി രാജുവിന്റെ പ്രസ്താവനയ്ക്കും മന്ത്രി മറുപടി നൽകി. താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നും 1-ാം തീയതി ശമ്പളം നൽകണമെന്നത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതാണെന്നും പറഞ്ഞ ഗതാഗത മന്ത്രി ഈ തീരുമാനം അതിന്റെ ഭാഗമാണെന്നും വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് നടപടി. എതിർപ്പുള്ളവർ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. താൻ സ്വീകരിച്ച നടപടി കൂട്ട ഉത്തരവാദിത്തത്തിന്റെ പുറത്തെടുത്തതാണ്. ശമ്പളം കൊടുക്കുന്നത് LDF സർക്കാരാണ്. തനിക്ക് ക്രെഡിറ്റ് വേണ്ട എന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ലോക തൊഴിലാളി ദിനത്തിൽ ജീവനക്കാർക്ക് സമാനമായി തലേന്ന് ശമ്പളം നൽകി KSRTC മാതൃകയായി. ഓവർഡ്രാഫ്റ്റും സർക്കാർ സഹായവും ചേർത്താണ് മുഴുവൻ ജീവനക്കാർക്കും ഏപ്രിൽ മാസത്തെ ശമ്പളം 30-ന് തന്നെ അക്കൗണ്ടിലെത്തിയത്. 1-ാം തീയതി ശമ്പളം നൽകുമെന്ന വാക്ക് പാലിക്കാൻ അവധി ദിനത്തിന്റെ തലേ ദിവസം തന്നെ ശമ്പളത്തുക ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മെയ് ദിനത്തിൽ 22,000-ൽ പരം ജീവനക്കാരുടെ കൈകളിലേക്ക് 75 കോടിയോളം രൂപ എത്തിച്ചേർന്നതെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കി. അതേസമയം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശമ്പളം കൃത്യമായി നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ മാസം മുതലാണ് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി മുതൽ ശമ്പളം ലഭ്യമായി തുടങ്ങിയത്. അതേസമയം പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ KSRTCയുടെ AC സൂപ്പർഫാസ്റ്റ് സർവീസിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിദിനം 4 സർവീസുകൾ മാത്രമുള്ള ബസ്സിന് 27,000 മുതൽ 30,000 രൂപ വരെയാണ് കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൗകര്യവുമുണ്ട്. ഓൺലൈൻ ബുക്കിംഗിന് ശേഷമുള്ള സീറ്റുകളിൽ സ്റ്റോപ്പുകളിൽ നിന്ന് യാത്രക്കാരെ കയറ്റും. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് 230 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ആഴ്ചകൾക്ക് മുൻപാണ് ഈ റൂട്ടിൽ AC സൂപ്പർഫാസ്റ്റ് സർവീസ് ആരംഭിച്ചത്. ഇത്തരത്തിൽ കേരളത്തിൽ വൻ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് KSRTC ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.